വീട്ടിൽ വെറുതെ ഇരിക്കണ എന്നോട് ഡിനു ചോദിച്ചു, ഡിനു ജിയോ സ്ട്രീറ്റ് വരെ ഒന്ന് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാ, കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് ഞാനും കൂടെ പോയി. റൂത്തും കൂടെ വന്നു. പക്ഷേ ലൂക്കിനെ കൊണ്ടുപോയില്ല. നമ്മൾ കാറിനല്ല പോയത്, ബൈക്കിന് പോയതുകൊണ്ട് ലൂക്കിനെടുത്തില്ല, റൂത്തിനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. പിന്നെ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ അവിടെയുള്ള ജ്യൂസ് സ്ട്രീറ്റ് അല്ല ഇത്, പത്മയുടെയൊക്കെ അവിടെയുള്ള ജ്യൂസ് സ്ട്രീറ്റാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വരുന്ന വഴിയിൽ ആ വാക്കാഡോ 100 രൂപയ്ക്ക് 1 കിലോ വിൽക്കണ കണ്ടിട്ടാണ്. അങ്ങനെ അതും മേടിച്ച് നമ്മൾ കുട്ടിപ്പാലത്തിൽ കൂടി പോയി. കുട്ടിപ്പാലം എന്ന് പറഞ്ഞാൽ പഴയ പാലമാണ്, അപ്പുറത്തെ സൈഡിൽ പുതിയ പാലമാണ്. അതിൽ കൂടി പോകുന്ന ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാറ്റൊക്കെ കൊണ്ടുപോരാം. പിന്നെ കുറേ ചേട്ടന്മാർ മീനൊക്കെ പിടിക്കുന്നുണ്ടായിട്ട് അവർക്ക് മീനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ചായ കുടിക്കാനായിരുന്നു. കാരണം ഈവനിങ് ടൈം ആയതുകൊണ്ട് നമ്മൾ ചായ കുടിച്ചിട്ട് പോകാൻ ഓർത്തു. അങ്ങനെ ചായ കുടിക്കാൻ നമ്മുടെ സ്ഥിരം സ്പോട്ടിലാണ് പോയത്. ഞാനൊരു സാൻഡ്വിച്ചും, ഞങ്ങൾ രണ്ടുപേരും സാൻഡ്വിച്ചും കോഫി ഓർഡർ ചെയ്തു. റൂത്തിനും മേടിച്ചിട്ടുണ്ടായിരുന്നു സാൻഡ്വിച്ച്, അവൾ കഴിച്ചില്ല. അപ്പോൾ അവിടെ നിന്ന് ഡിനു പ്ലാൻ മാറ്റി. എന്നാൽ പിന്നെ അവളെ എന്തായാലും ഡയറ്റീഷ്യനെ കാണിക്കണം, നമുക്ക് ഡയറ്റീഷ്യനെയും കൂടെ കണ്ടിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഡയറ്റീഷ്യനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ കുറച്ച് പോസ്റ്റായിരുന്നു, കാരണം ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം 5 മണിക്കേ വരുള്ളൂ. നമ്മളാണെങ്കിൽ ഒരു 3:30 ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ നേരമൊക്കെ ഇരുന്ന്, റൂത്താണെങ്കിൽ ഭയങ്കര അലമ്പായിരുന്നു, എല്ലാവരായിട്ടും കിടന്ന് ഓടിക്കളിക്കണമായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഡയറ്റീഷ്യനെ കയറി കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവൾക്ക് കുറച്ച് ഫുഡ് ചാർട്ടൊക്കെ തന്നിട്ടുണ്ട്. നമ്മളിനി അതാണ് ഗൈസ് ഫോളോ ചെയ്യേണ്ടത് അവൾക്ക്. അപ്പോൾ പിന്നെ ഡിനു പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് എൻ്റെ കണ്ണും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ കണ്ണൊക്കെ പക്കയാണ് ഗൈസ്. അപ്പം ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് പഴയ ഒരു കാര്യം ഓർത്തത്. പണ്ട് സ്കൂളിൽ ഇങ്ങനെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറേ ഡോക്ടേഴ്സ് വരില്ലേ, ക്യാമ്പ് പോലെ. അങ്ങനെ വന്ന സമയത്ത് ഞാൻ അഭിനയിച്ചു കേട്ടോ ഗൈസ്. എനിക്ക് സ്പെക്സ് വെക്കാൻ ആഗ്രഹമായിട്ട് ഞാൻ കാണാത്ത പോലെ അഭിനയിച്ചു. എന്നിട്ട് പിന്നെ അവർ വേറെ എവിടെയെങ്കിലും കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മമ്മേനെയും വിളിച്ചിട്ട് അടുത്തുള്ള ഒരു ഒപ്റ്റിക്കൽ ഷോപ്പിൽ പോയി അവിടെയും ചെന്നിട്ട് ഞാൻ അഭിനയിച്ചു. അങ്ങനെ ഞാനൊരു സ്പെക്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നെപ്പോലത്തെ വേറെ ആരെങ്കിലും ഉണ്ട്?